എന്താ ദീപു? അമ്മച്ചി ഒന്ന് കാണേണ്ട കേട്ടാ. നല്ല കിടിലൻ ബോക്സ്. ഒരു സ്വിച്ച് നിൽക്കിയ റബ്ബർ, വേറൊന്ന് നിൽക്കിയ കട്ടർ, ദിശ കാണിക്കണ യന്ത്രം, ചൂട് കാണിക്കണ മീറ്റർ, ഒക്കെ പോരാണ്ട് 2 തട്ട വേറെ വേറെ. ഒന്ന് പേനയും പെൻസിലും വെക്കാന്, മറ്റേത് കളർ പെൻസിലിന്. ഇതിപ്പോ ആരുടെയിലാ നീ കണ്ടേ? സ്കൂളില് കുട്ടികൾ കൊണ്ടുവന്നിട്ടാ? അതേനെ, നമ്മുടെ ജോസൂട്ടിന്റെ അല്ലേ? അമ്മയ്ക്കറിയില്ലേ പള്ളിയിലേക്ക് കാർ ഓടിച്ചിരുന്ന ടീച്ചറുടെ? അങ്ങനെ വരട്ടെ. അല്ല, ഇൻസി ടീച്ചറുടെ മോനല്ലേ? അവരെ കോളേജില് വലിയ ടീച്ചറാ. പിന്നെ ജോസൂട്ടിന്റെ അപ്പൻ ഗൾഫിലോ മറ്റാണ്. പിന്നെ ഇത് അവിടുന്ന് കൊണ്ടുവന്നൊന്നുമല്ല. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നൂന്നേ. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിലെ മീനുക്കുട്ടി തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ അപ്പൻ ജോലി എടുക്കുന്ന ടൗണിലൊക്കെ ഇങ്ങനത്തെ ബോക്സ് ഇഷ്ടം പോലെ കിട്ടുമെന്ന്. അതിനൊക്കെ കൊറേ കാശാവും എന്റെ കുട്ടാ. പിന്നെ ഇതൊക്കെ തൊടുമ്പളേക്ക് നാശാവുകയും ചെയ്യും. ഒരു സാധനം കിട്ടിയാ 5 മിനിറ്റ് കൊണ്ട് 50 കഷ്ണാക്കണ ആളല്ലേ നീ? നീയാണോ ഇത് സൂക്ഷിക്കാൻ പോണേ? അമ്മ നോക്കിയോ, ഇന്ന് അപ്പച്ചൻ വരുമ്പോ ബോക്സ് വാങ്ങിക്കൊണ്ടിരുന്നതിനോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്രിസ്മസിനെയും പോലെ ഉണക്ക കേക്കും മിഠായും ഒന്നും വേണ്ട ഞാൻ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചന്റെ അതിനുള്ള കാശൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. നീ വെറുതെ കൊതിച്ചിരിക്കണ്ട. അമ്മയൊന്ന് പോയേ. അമ്മ അപ്പച്ചനോട് പറഞ്ഞതൊക്കെ മുടക്കണല്ലേ. ഈ ബോക്സ് കിട്ടിയില്ലെങ്കിൽ ക്രിസ്മസ് പൂട്ടിൽ അതിന് സ്കൂൾ ഓർക്കുമ്പോ ഞാൻ പോവില്ല. എന്റെ കുട്ടാ, നീ വെറുതെ വാശി പിടിക്കണ്ടാട്ടോ. നമുക്കേ അപ്പച്ചൻ വരുമ്പോ നല്ല വെള്ള വാൽനക്ഷത്രം മേടിച്ചിടാം. നക്ഷത്രം എനിക്കൊന്നും വേണ്ട. ഞാൻ പോവില്ല. നോക്കിക്കോ, ഞാൻ സ്കൂളിൽ പോവില്ല. ലോഡ് ചെയ്തിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് അവിടെ വെക്കി. കാരണം ഞാൻ പറയും വായിച്ചാൽ എന്താ ലോറൻസേ, നിനക്ക് പൈസ പോരെ? ഞാൻ കുറച്ചുകൂടി തരട്ടെ. മനുഷ്യനെ മെനക്കെടുത്താൻ ഇങ്ങനെ അറിയുള്ളൂ. എന്തുട്ര പ്രശ്നം? സ്ഥിരം പ്രശ്നം തന്നെ. ഈ മാസം തന്നെ 100-200 ഒക്കെ ആയിട്ട് തങ്കുറ വാങ്ങിച്ചിട്ടുള്ളൂ. ക്രിസ്മസ് അല്ലേ, എന്തെങ്കിലൊക്കെ കൂട്ടി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ കച്ചവടമൊക്കെ ഭയങ്കര മോശ. എല്ലാവർക്കും വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് മതിയല്ലോ. നമ്മുടെ കടയിലേക്ക് ആര് വരാനാ? മോന് ഒരു കൂട്ടം വാങ്ങിക്കണ്ടായിരുന്നേ. മുതലാളി പൈസ തരാന്ന് പറഞ്ഞിരുന്നു. ശരി ബീവി സാർ, നീ ഒരു 200 അല്ല ഒരു 150 രൂപ കൊടുത്തോ. എഴുതി വെച്ചോ, അടുത്ത ശമ്പളത്തിന് പിടിക്കാം. ഹലോ, കോളടിച്ചില്ല ലോറൻസേ. നേരെ പൈന്റ് വാങ്ങി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പരിപാടിയല്ലേ? ഓണായാലും ക്രിസ്മസ് ആയാലും നമുക്കൊക്കെ കഞ്ഞി ബീവറേന്ന് തന്നെ. ബോക്സ് ഇവിടെ ഇല്ല. ഇതാ കാണുന്ന സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ ചോദിച്ചാൽ സാധനം കിട്ടും.
ദൈവമേ, ഇത് പോക്കാ ചെക്കൻ പോണത്. ആരെങ്കിലും പിടിക്കേട്ടാ ചേട്ടാ, ഇതിപ്പോ തീർന്നു പോന്നേ. ആരെങ്കിലും ഒന്നും പിടിക്കേട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഓട്ടോനെ വിളിക്കേ. ഇപ്പൊ എന്താണാവോ? ഒന്ന് പിടിക്കേട്ടാ, ഒന്ന് പിടിക്കേ. ദീപോ, വേലിക്കൽ വായും പൊളിച്ച് നിക്കാണ്ട് നീ വന്ന് കാപ്പി കുടിക്കാൻ നോക്ക്. അമ്മ ഒന്ന് പോയേ. ഉച്ച തിരുമ്പോ വരാന്ന് പറഞ്ഞ അപ്പച്ചൻ പോയേക്കണ. ബോക്സിന്റെ പടം വരെ ഞാൻ വരച്ചു കാണിച്ചു കൊടുത്തിട്ടില്ല. അന്വേഷിച്ച് നേരം വൈകണതാവും. കാപ്പി കുടിക്ക്. അതിപ്പോ അതെങ്ങനെ അന്വേഷിച്ച കിട്ടാണ്ടിരിക്കുക? ഇങ്ങനത്തെ ബോക്സ് ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ മീനുക്കുട്ടി പറഞ്ഞത്. അവൾ അപ്പച്ചനൂടെ പോയപ്പോ കണ്ടല്ലേ സൂപ്പർ മാർക്കറ്റില് പല കളറില്. പക്ഷെ എനിക്ക് പിങ്ക് മതി. എന്റെ കർത്താവേ, ഈ ചെക്കന് ഇത് എന്തു പറ്റി? ബോക്സ് എന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. അതൊന്നും നടക്കാൻ പോണില്ലാട്ടോ. നീ പോയി കുളിക്കാൻ നോക്ക്. നമുക്കേ അപ്പച്ചൻ വരുമ്പോ പള്ളിയിലേക്ക് പോണ്ടേ, പാതിരാ കുർബാനയ്ക്ക്? ഞാൻ എങ്ങോട്ടും പോണില്ല. അപ്പച്ചൻ ബോക്സ് കൊണ്ടുവരാൻ എന്നോട് ഉറപ്പ് പറഞ്ഞതാ. കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്കും ഇല്ല സ്കൂളിലേക്കും ഇല്ല. നല്ലൊരു ദിവസമായിട്ട് എന്റെ മാതാവേ. അലക്സിൻ്റെ പാരൻസ് അല്ലേ, പേടിക്കാനൊന്നുമില്ല. കൃത്യസമയത്ത് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. അല്പം വൈകിയിരുന്നെങ്കിൽ. എന്തായാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഐ ക്യാൻ ബാക്ക് വിത്തിൻ എ വീക്ക്. നന്ദിയുണ്ട് ഡോക്ടർ. നന്ദി പറയേണ്ടത് എനിക്കല്ല, ദൈവത്തിനും പിന്നെ കൃത്യസമയത്ത് അവൻ ഇവിടെ എത്തിച്ചവരോടുമാണ്. അയാളോട് നന്ദി പറയും. അയാളുടെ ഓട്ടോയിലാണ് അലക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നന്ദിയുണ്ട് മോനെ. ആക്സിഡന്റ് ആയത് ഞങ്ങളുടെ മോനാ. അയ്യോ സാറേ, ഞാനവൻ എൻ്റെ ഓട്ടോയിൽ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്ത് വേറൊരാളാ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? ഈ മരുന്നിന്റെ പണം അതും അയാൾ തന്നേ. ഇനി കുറച്ച് പൈസ അയാൾ തന്നതിൽ ബാക്കിയുണ്ട്. അതങ്ങ് കൊടുക്കാനായിട്ട് ഇനി സ്ഥലം വിട്ട് കാണും. എന്തായാലും നിങ്ങളിവിടെ വന്നല്ലോ, ഇനി ഞാൻ പോട്ടെ. നല്ല ഓട്ടമുള്ള സമയണേ, ക്രിസ്മസ് ഒക്കെ അല്ലേ. എൻ്റെ പൊന്നു സാറേ, നിങ്ങളൊക്കെ നല്ല പഠിപ്പുള്ള ആൾക്കാരല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോനോട് തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞൂടെ? അല്ല, ആ ചേട്ടനെയും കാണായിരുന്നു. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ശരി.
ഇത് അധികം വിലയില്ലാത്ത ടൈപ്പ് കാണും, പിങ്ക് കളറില്. ഇതിന് 550. ഇനിയുള്ളതൊക്കെ ഇതിനെങ്കിലും മേലെയാ. പിങ്കൊക്കെ കിട്ടാൻ വലിയ പാടാ. ലോറൻസ് ഏട്ടാ, എന്നെ മറന്നോ? സൈമൺ അല്ലേ? അപ്പനെ മറന്നിട്ടില്ല അല്ലേ? നാട്ടിൽ ലീവിന് വന്നപ്പോ അപ്പച്ചൻ പ്രത്യേകം പറഞ്ഞിരുന്നു ലോറൻസ് ഏട്ടനെ വീട്ടിൽ ചെന്ന് കാണണമെന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ് ഏട്ടാ, തിരക്കോട് തിരക്കായിരുന്നു. ഇത്രത്തോളം വന്നിട്ട് ഒന്ന് വീട്ടിൽ കയറാണ്ട് പോവാ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ലോറൻസ് ഏട്ടാ, നാട്ടിൽ വന്ന ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും. ഒരുവിധം വീട് പണിക്കുള്ള പെർമിഷൻ അങ്ങോട്ട് ഒപ്പിച്ചു. നാളെ തിരിച്ചു പോകാനുള്ള തീയതിയായി. ക്രിസ്മസ് കൂടി കഴിഞ്ഞ നേരെ എയർപോർട്ടിലേക്ക്. ആ പിന്നെ വീട്ടിൽ വരുമ്പോ തരാനായി എടുത്തു വെച്ചിരുന്ന കുറച്ച് മിഠായും പെൻസിൽസ് ഒക്കെയാണ് ദീപുവിന് കൊടുക്കാൻ. അപ്പൊ ഇനി യാത്രയല്ലേ ലോറൻസ് ഏട്ടാ? ചേച്ചി പ്രത്യേകം അന്വേഷിച്ചതായി പറയണേ. മെറി ക്രിസ്മസ്. അപ്പച്ചൻ വന്നു. സൂക്ഷിച്ചു പോ മോനെ. നിങ്ങൾ എത്തിയോ? ആ ചെക്കൻ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കായിരുന്നു. നിങ്ങൾ അവന് പറഞ്ഞ ബോക്സ് വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അത് നടന്നില്ലടി. അവൻ കൊറേ ആശിച്ചതാ. സാരല്ല, എല്ലാറ്റിനും കൂട്ടിയാ കൂടണ്ടേ. അപ്പച്ചാ, ഇതില് മിഠായും കളർ പെൻസിലും ഒക്കെ ഉണ്ട്. അപ്പനല്ലാട്ടാ, നിന്റെ സ്വർഗത്തിലെ അപ്പച്ചനാ നിനക്കിത് മേടിച്ചു തന്നത്. ഈ അപ്പന് തരാൻ ഈ വിശ്വാസം മാത്രം ഉള്ളോട്ടാ.